നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. പലപ്പോഴും നമുക്കറിയാം, അനവധിയായ വാട്സപ്പ് കൂട്ടായ്മകളും സൗഹൃദ കൂട്ടായ്മകളും നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്. നേരമ്പോക്കിനുള്ള കളിതമാശകൾ പറഞ്ഞും കുറേ മെസ്സേജുകൾ അയച്ചും ഫോർവേഡുകൾ അയച്ചും മെസ്സേജുകൾ ഷെയർ ചെയ്തും നേരം കളയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നതിനപ്പുറത്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മയെ, ഒരു സൗഹൃദ കൂട്ടായ്മയെ എങ്ങനെ നാടിൻ്റെ പൊതുഗുണത്തിന് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗൗരവമുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി, ഇടമാക്കി മാറ്റാം എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് തൗദാരം പൊന്നാനി എന്ന ഈ കൂട്ടായ്മ. തൗദാരം എന്ന് പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കുക, കുശലം പറഞ്ഞിരിക്കുക എന്നൊക്കെയാണ് കൊളോക്കിയലായി ആ പദത്തിന് പറയുന്ന ഒരു ആശയം എന്നുള്ളത്. അങ്ങനെ ഒരു ആശയത്തെ നമ്മളിങ്ങനെ ഗൗരവമേറിയ ചില വർത്തമാനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ തുടക്കം കേവലമായ ഈ വാട്സപ്പ് മെസ്സേജുകൾക്കപ്പുറത്ത് എങ്ങനെ സൗഹൃദങ്ങളിൽ ആത്മബന്ധം സാധ്യമാക്കാമെന്നതാണ് ആദ്യം ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായി കൂടിയിരുത്തങ്ങൾ നടത്തി, സൗഹൃദങ്ങൾ ഒത്തുചേർന്നുള്ള യാത്രകൾ, വിവിധ യാത്രകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ നമ്മൾ ആലോചിച്ചു, പൊന്നാനിക്ക് പൊന്നാനിയുടേതായ കുറേ സവിശേഷതകളുണ്ട്, നിരവധിയായ പ്രത്യേകതകളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. അതിലൊന്നാണ് പൊന്നാനി ടൗൺ കേന്ദ്രീകരിച്ച് നോമ്പ് കാലത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പലതും മറവിയിലേക്ക് പോയ കാര്യങ്ങളാണ്. ഒരു തലമുറക്ക് മുമ്പ് വളരെ സജീവമായി ഉണ്ടായിരുന്ന ഇത്തരം വിശേഷങ്ങളെ എങ്ങനെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താമെന്ന ആലോചന ഞങ്ങളിൽ ചിലർക്കുണ്ടായി. അതിൻ്റെ ഭാഗമായി ഒരു പുസ്തകം പുറത്തിറക്കാമെന്ന് തീരുമാനിച്ചു. നവൈത്തു എന്ന പേരിൽ ഒരു പുസ്തകം, പൊന്നാനിയുടെ നോമ്പുകാലത്തെ സവിശേഷതകൾ, മറവിയിലേക്ക് പോയ സവിശേഷതകളെ പൂർണ്ണമായി ചികഞ്ഞെടുത്ത് ഒരു പുസ്തകം തൗദാരം പുറത്തിറക്കി. 50-ഓളം ആളുകൾ അതിൽ എഴുത്തുകാരായി വന്നു. പൊന്നാനിയുടെ സവിശേഷമായ സകലതും അതിൽ രേഖപ്പെടുത്തി. ഏതാണ്ട് 1000-ൽ പരം കോപ്പികൾ നമ്മളത് പ്രിൻ്റ് ചെയ്തു. 5-6 മാസം കൊണ്ട് അതിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ വിറ്റ് തീർത്തു. കേരളത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലേക്കും ഈ പുസ്തകം എത്തിച്ചു. പൊന്നാനിക്ക് ഇങ്ങനെ സവിശേഷമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചില ഓർമ്മകൾ ഉണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയോട് ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചു. അതൊക്കെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് മലയാളം, കേരളം വായിച്ചെടുത്തത്. കേരളത്തിലെ ഒട്ടുമിക്ക ചരിത്ര അന്വേഷകരിലേക്കും ഈ പുസ്തകത്തെ, അക്കാഡമീഷ്യന്മാരിലേക്കും ചരിത്ര വിദ്യാർത്ഥികളിലേക്കും പൊന്നാനിയിലെ പൗരസമൂഹത്തിലേക്കും ഈ പുസ്തകത്തെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു ഇനീഷ്യേറ്റ് ആയിരുന്നു. ഒരു പുസ്തകം, 1000-ലേറെ കോപ്പികളുള്ള പുസ്തകം, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന പുസ്തകം, അതിൻ്റെ പ്രകാശന ചടങ്ങ് തന്നെ പൊന്നാനിയുടെ ഒരു പരിച്ഛേദത്തെ സാധ്യമാക്കുന്നതായിരുന്നു. ഏതാണ്ട് 1000-ഓളം ആളുകൾ പങ്കെടുത്ത പ്രകാശന ചടങ്ങ്, നിരന്തരമായ പരിപാടികൾ, അവലോകനങ്ങൾ, പുതിയ കാലത്തെ കുട്ടികളെ ചേർത്തിരുത്തിയുള്ള ചർച്ചകൾ, അധ്യാപക വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങൾ, ഇങ്ങനെ വളരെ സജീവമായിട്ട് ആ പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടു. ആ ചരിത്ര പുസ്തകം ചർച്ച ചെയ്തു. ആ പുസ്തകത്തോടു കൂടി വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ ആലോചനയുടെ ഭാഗമായി പൊന്നാനിക്ക് വലിയ സാധ്യതകളുള്ള ഒരു ഭൂപ്രദേശമാണ് പൊന്നാനി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പൊന്നാനി നിയോജക മണ്ഡലം എന്നാൽ വലിയ സാധ്യതകൾ, ഒട്ടനവധി വികസന പദ്ധതികൾ പൊന്നാനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ സ്റ്റോപ്പ് ആവുന്ന ഒന്നല്ല. ഇനിയും അത്രയോ അതിലേറെയോ വികസന സാധ്യതകൾ ഈ നാടിൻ്റേതായിട്ടുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനകീയമായി ചർച്ച ചെയ്യാനും, അങ്ങനെ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഗ്രഹത്തെ, ഒരു ഡോക്യുമെൻറ്റിനെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുവാനുമുള്ള ഒരു വലിയ ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേവലമായ ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു ഫയൽ ഉണ്ടാക്കി ആ ഫയൽ ഒരു ചടങ്ങിൽ വെച്ച് MLAക്കോ, വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം, എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം, ഫാമിലി വെഡിങ് സെന്റർ, മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നിരന്തരമായി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. ഇപ്പോൾ ഏതാണ്ട് 4-5 സിറ്റിങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ആരെങ്കിലും വിളിച്ചിട്ട് ചർച്ച ചെയ്ത് രൂപരൂപ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഓരോ മേഖലയിലെയും സാങ്കേതിക വിദഗ്ധരെ ഏതാണ്ട് 10 മേഖലകളിലായി ആ മേഖലകളിൽ ഏതെല്ലാം തരത്തിലുള്ള വികസനങ്ങൾ
നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു, ചർച്ച ചെയ്തു. അതിന് വിദഗ്ധരെ വിളിച്ചിരുത്തി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. വിദഗ്ധർ മാത്രം പോരല്ലോ, ജനപ്രതിനിധികളെ വിളിച്ചിരുത്തി. പുതിയ കാലത്തെ എന്താ പറയുക, ജൻസി എന്ന് പറയുന്ന പുതിയ തലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടികളെ നമ്മൾ വിളിച്ചിരുത്തി. എല്ലാ മേഖലയിലുള്ളവരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. ഓരോ മേഖലയിലും സാധ്യമാക്കേണ്ടുന്ന വികസനങ്ങളെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കി. ഇപ്പം ജബ്ബാർ സാറാണ് അതിൻ്റെ കാർമ്മികത്വത്തിലുള്ളത്. അദ്ദേഹത്തിന് ഈ മേഖലയിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു തീരദേശ മേഖലയിൽ അടിസ്ഥാന സൗകര്യം മുതൽ നഗരവികസനം വരെയുള്ള കാര്യങ്ങൾ സാധ്യമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഏറെ പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് നന്നായി ധാരണയുള്ള ഇദ്ദേഹത്തെ തന്നെ നമ്മൾ അതിൻ്റെ കാർമ്മികത്വത്തിൽ മുന്നിൽ നിർത്തി. നിരന്തരമായ സിറ്റിങ്ങുകൾ സാധ്യമാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധികളെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റണം. നമ്മുടെ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഇതിൻ്റെ ഭാഗമാക്കിയിരുത്തി ഇതിന് ഒരു ഔദ്യോഗിക ഭാവം നൽകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇരുത്തം ഇപ്പോഴുണ്ടായിട്ടുള്ളത്. ഇനിയും ഇരുത്തം തുടരും. ഒടുക്കം ഇതൊരു ഡോക്യുമെൻ്റായി ഇന്ന സംഗതികളാണ് പൊന്നാനിക്ക് ആവശ്യമുള്ളത്, പൊന്നാനിയുടെ വികസന തുടർച്ചയ്ക്ക് ഇന്ന സംഗതികൾ വേണ്ടതുണ്ട് എന്ന ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ ഇത് ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ MLA മുഖേന സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഈ കൂടിയിരുത്തം എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വാട്സപ്പ് കൂട്ടായ്മക്ക്, ഒരു സൗഹൃദ കൂട്ടായ്മക്ക് ഈ നാട്ടിൽ പലതും ചെയ്യാനാകും എന്ന് ഞങ്ങൾ ഈ നാടിനോട്, പുതിയ കാലത്തോട്, പുതിയ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനിക്കുന്നില്ല. ഡിസംബർ മാസത്തിൽ നമ്മളൊരു വലിയ പദ്ധതി ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ പൊന്നാനിയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ എന്താ പറയുക, ദൈക്ഷണികവും എന്താ പറയുക പോരാട്ട ചരിത്രത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള സൈനുദ്ദീൻ മഖ്ദൂമിനെ കുറിച്ചുള്ള ഒരു ദേശീയ സെമിനാറിനെ കുറിച്ച് ഈ കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട്. ഒരു ദേശീയ സെമിനാർ എന്ന ഒരു കൊട്ടേഷൻ അകത്ത് നിന്നിട്ട്. അപ്പോൾ തുടർച്ചയായ പദ്ധതികളും പരിപാടികളുമാണ് മുന്നിലുള്ളത്. ഈ ശില്പശാലയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം.